الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, വിശ്രമിക്കണം എന്നാണ്. നിങ്ങളുടെ ജീവിത തിരക്കുകൾക്കും അധ്വാനങ്ങൾക്കും ഇടയിൽ ഒരു വിശ്രമത്തെ സ്വപ്നം കാണുന്നവരാണ് നമ്മളെല്ലാവരും. റാഹത്ത്, ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, എന്താണ് യഥാർത്ഥത്തിൽ വിശ്രമം, എന്താണ് യഥാർത്ഥത്തിൽ ഒരു റാഹത്ത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഒരു തൊഴിലില്ലാതിരിക്കലാണ്, ഒരു പണിയും ചെയ്യാതെ അങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്നാൽ അതിനെയാണോ നമ്മൾ വിശ്രമം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ വിശ്രമം അതല്ല. വിശ്രമം എന്ന് ജോലി ചെയ്യാതിരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം അനുഭവിക്കലോ അല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരവും മനസ്സും എല്ലാ അർത്ഥത്തിലും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ റെസ്റ്റ്, വിശ്രമം എന്ന് പറയുന്ന അതാണ്. ഇത് ഇവിടെ നിന്ന് ആരംഭിക്കുകയും മരണാനന്തര ജീവിതത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ജീവിതത്തിൽ വിശ്രമിക്കുക എന്നുള്ളത്. സത്യത്തിൽ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ് വിശ്രമിക്കാൻ വേണ്ടി അധ്വാനം അവസാനിക്കുന്ന അടുത്തൊരു അവധിയെ കാത്തിരിക്കുക എന്നുള്ളത്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ സമയവും ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എനിക്ക് വിശ്രമത്തിൻ്റെ ഒരു നാളുണ്ടെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണ്? ഒരുപക്ഷെ മരണത്തോടുകൂടി അവിടുന്ന് തിരിച്ചു പോരുമ്പോഴാണോ, അതോ നാട്ടിൽ ജോലി അവസാനിപ്പിച്ചുകൊണ്ട് പെൻഷനായി ആരോഗ്യസ്ഥിതികളൊക്കെ നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണോ? അതിനെയൊക്കെ നമുക്ക് വിശ്രമമെന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സത്യത്തിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിശ്രമം നമ്മുടെ ജീവിതത്തോടൊപ്പം നിർവഹിക്കേണ്ട ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യണത് സുഹൃത്തുക്കൾ, അത് ആസ്വാദകരമായി ചെയ്യാം. എങ്കിൽ മാത്രമേ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ നമുക്ക് കഴിയുള്ളൂ. എന്തു തന്നെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും
അതെല്ലാം ഉൾക്കൊണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടെ അതെല്ലാം നിർവഹിക്കുക എന്നതാണ് സത്യത്തിൽ വിശ്രമം എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. അപ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം ഒരാശ്വാസം നമുക്ക് ലഭിക്കും എന്നതാണ്. അതെപ്പോഴാണ് സാധ്യമാകുമെന്ന് വെച്ചാൽ ഉള്ള ജോലിയിൽ തൃപ്തിപ്പെടാൻ പറ്റണം, ഉള്ള സമ്പത്തിൽ തൃപ്തിപ്പെടാൻ പറ്റണം, ഉള്ള ആരോഗ്യസ്ഥിതിയിൽ നമുക്ക് ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും പറ്റുമ്പോഴേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയോ ഒരു അധ്വാനമോ നമ്മളത് ഇഷ്ടമല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതന്നല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് എന്താണോ ലഭിച്ചത് അതിൽ നമ്മൾ സന്തുഷ്ടരാകുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് ഇക്കാര്യം ഉണർത്തുന്നൊരു വചനമാണ്. ഈ യുദ്ധാനന്തര സ്വത്തുക്കളും മറ്റ് ഓഹരികളൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് എല്ലാവർക്കും വിഹിതം വെച്ച് കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് കുറച്ച് കിട്ടും, ചില ആളുകൾക്ക് അധികം കിട്ടും. അപ്പോൾ ഈ കിട്ടാത്ത ആൾക്കാരും കുറഞ്ഞ ആൾക്കാരൊക്കെ അതിനെപ്പറ്റി ഇടങ്ങേറായി അസ്വസ്ഥപ്പെട്ട് അതിനെപ്പറ്റി കമൻറ്റുകൾ പറഞ്ഞ് ജീവിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വലവു അന്നഹും റദൂമ ആതാഹുമുല്ലാഹു റസൂലും, അള്ളി റസൂലും അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അവർ സംതൃപ്തിപ്പെടുകയും വഖാലൂ ഹസ്ബുനല്ലാഹു സയുതീനല്ലാഹു മിൻ ഫദ്ലിഹി, ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹും റസൂലൊക്കെ ഞങ്ങൾക്ക് ഇനിയും അവിടെ ഔദാര്യങ്ങളിൽ നിന്ന് തരും, ഭാവിയിൽ തരും. വ ഇന്ന ഇലാ റബ്ബിന റാഗിബൂൻ, ഞങ്ങളുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷിതാവിൻ്റെ അടുക്കൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നാണ്. പടച്ചോൻ നമുക്ക് തരും എന്നൊരു പ്രതീക്ഷയിൽ കിട്ടിയ കാര്യങ്ങളിൽ സംതൃപ്തിപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സത്യത്തിൽ നമുക്കത് സാധ്യമാവാതെ വരുന്നത് എന്താ വെച്ചാൽ ആപേക്ഷികമായി ഈ ലോക ജീവിതത്തിൽ നമ്മൾ പലരെയും കാണുകയാണ്. വ്യത്യസ്തമായ ജീവിത സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളെ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സതിനെ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി അധ്വാനം വിശ്രമമില്ലാതെ ഓടാനും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും പ്രേരിപ്പിക്കുമ്പോൾ നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റണില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, വലാ തതമന്നൗ മാ ഫല്ലലല്ലാഹു ബിഹി ബഅ്ദുകും അലാ ബഅദ്, നിങ്ങളിൽ ചിലർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ആശ വെക്കരുത്, നിങ്ങൾ അസൂയ വെക്കരുത്. അള്ള വിധിച്ചു നൽകിയ അള്ളാഹു വിഹിതം വെച്ച് കൊടുത്ത് ഓരോരുത്തർക്ക് കൊടുത്ത് ഓരനുഭവിച്ചോട്ടേന്ന്. നമ്മളിപ്പോൾ എന്തിനായാലും വിഷമിക്കാൻ പോണത്? നമുക്ക് കിട്ടിയതിൽ സംതൃപ്തിപ്പെടണമെങ്കിൽ മറ്റുള്ളവൻ്റെത് മോഹിക്കാതിരിക്കണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ള പറഞ്ഞു. എത്രയൊക്കെ സാമ്പത്തിക സൗകര്യങ്ങൾ കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റും സുഹൃത്തുക്കളെ. സുലൈമാൻ നബി അലൈഹി സ്വലാമിനൊക്കെ അള്ളാഹു അധികാരങ്ങളും സമ്പത്തും ഒക്കെ അത്ര കൊടുത്ത്, അതേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മിസ്കീനായി ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരുന്നത്. ആ റസൂലിനോട് അള്ളാഹ് പറയുന്നുണ്ട്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നീ ആഗ്രഹത്തോട് മറ്റുള്ളവരുടെ നല്ല സുന്ദരികളായ ഭാര്യമാരുണ്ട്, നല്ല ജീവിത വിഭവങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, അതൊന്നും കണ്ട് നീ എന്ത് ചെയ്യരുത്, മോഹിച്ചു പോകരുത്. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, നിന്റെ റബ്ബ് തരുന്ന റിസ്ക് ഉണ്ടല്ലോ അതന്നെയാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും ശേഷിക്കുന്നതും എന്നാണ്. അള്ളാഹു ഈ ഭൂമിയിലെ അലങ്കാരങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ എന്താ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭൂമിയിൽ അള്ളാഹു എല്ലാ സീനത്തുകളും അലങ്കാരങ്ങളും ഉണ്ടാക്കിയത്, അതൊക്കെ കണ്ടിട്ടും അതൊന്നും കണ്ണഞ്ചി പോകാതെ മോഹിച്ചു പോകാതെ ദേഹേച്ഛകൾക്ക് വഴിപ്പെടാതെ ആരാണ് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കിട്ടിയ വീട്ടിലും സമ്പത്തിലും സൗകര്യത്തിലും ജോലിയിലും വരുമാനത്തിലൊക്കെ ഇതല്ലേ പടച്ചോ എനിക്ക് തന്നത്, ഇതിൽ തൃപ്തിപ്പെടുക, ഇനി പടച്ചോ എനിക്ക് തരും. അതിന് ഞാൻ അള്ളാഹിനോട് ചോദിച്ച് അള്ളാഹുവിൽ ആഗ്രഹിച്ച് സംതൃപ്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അള്ളാഹുവോട് രക്ഷ തേടേണ്ട കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഒന്നെന്താ കാര്യങ്ങൾ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക ബിൻ ഖൽബിൽ ബിൻ ഖൽബിൻ ലാ യഖ്ശ, ഭക്തിയില്ലാത്ത ഹൃദയം, വമിൻ ദുആഇൻ ലാ യുസ്മഅ, ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥന, വമിൻ നഫ്സിൻ ലാ തശ്ബ, ആർത്തി അടങ്ങാത്ത മനസ്സ്. എത്ര കിട്ടിയാലും മനസ്സിനൊരു ശാന്തിയോ തൃപ്തിയോ കിട്ടാത്തൊരവസ്ഥ എന്നാണ്. അതാണ് സുഹൃത്തുക്കളെ ഈ ജീവിതത്തിൽ വിശ്രമം അനുഭവിക്കാൻ മനുഷ്യന് പറ്റാത്ത ഒരു കാര്യം. മറ്റൊരു കാര്യം റാഹത്ത്, വിശ്രമം എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെല്ലാ പ്രയാസങ്ങളും നിലനിൽക്കെ തന്നെ നമുക്കൊരു റെസ്റ്റ് എടുക്കാനും സന്തോഷിക്കാനും പറ്റുന്നതാണ്. അതെങ്ങനെ വെച്ചാൽ നമ്മുടെ ഭാരങ്ങളൊന്നും നമ്മൾ ചുമക്കാതിരിക്കും. എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ അത് നമ്മൾ ഏറ്റെടുക്കരുത്. കാരണം തരും നമ്മൾക്കൊന്നും സാധ്യമല്ല, നമ്മളെക്കൊണ്ടൊന്നും സാധ്യമല്ല, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുള്ളൂ.
അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ള എന്താ കണ്ടതെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂൽ നമ്മുടെ സുരക്ഷിത രേഖയിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട കർമ്മങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്ന് വിചാരിച്ച് എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മനസ്സിക്ക് കൊടുക്കാതെ നമ്മളത് അള്ളാഹുവിന് വിട്ടുകൊടുത്ത് ജീവിക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് വിശ്രമിക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, എല്ലാവരും കൂടെ നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ പേടിച്ചോളി എന്നാ പറഞ്ഞത്. പക്ഷെ പേടിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പേടിയല്ല ഉണ്ടായത്. ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വിശ്വാസം വർദ്ധിച്ചു. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും നന്നായി വരമേൽപ്പിക്കാൻ പറ്റുന്നവൻ അള്ളാഹു ആണെന്ന്. അപ്പോൾ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനസ്സിൽ കൊടുത്താൽ ആർക്കാ സുഹൃത്തുക്കൾ സന്തോഷിക്കാനും വിശ്രമിക്കാനും പറ്റും? അതൊക്കെ അള്ളാഹുവിന് വിടുക. കാരണം അള്ളാഹ് തീരുമാനിച്ചാലേ നടക്കുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മളെ ഏറ്റെടുത്ത് വെറുതെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ മനസ്സും ശരീരവും ക്ഷീണിക്കുക എന്നല്ലാതെ വേറൊന്നും സാധിക്കൂല എന്നാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുല്ലൻ യുസീബന, ഞങ്ങൾക്ക് സംഭവിക്കൂല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് തീരുമാനിച്ച് നിശ്ചയിച്ചതല്ലാത്ത ഒന്നും വരൂല. എന്താ വരിക എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇടങ്ങറായിരിക്കല്ലേ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കണേ എന്താ വരിക, ഒന്നും വരൂല. അള്ള നിശ്ചയിച്ചതേ വരൂ. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. അള്ളാഹ്ക്കേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. വേറെ ഒന്നിനും ഞങ്ങളെ രക്ഷിക്കാനും കാവലാകാനും പറ്റൂല. അതുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു നിസ്കരിക്കുമ്പോൾ മനുഷ്യന് സമാധാനം റാഹത്തും കിട്ടും. കാരണം നിസ്കരിക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം നമ്മൾ അള്ളാഹ്ക്ക് വിട്ട് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അവിടെ നിസ്കരിക്കുന്ന സമയം പോലും ഒരാൾക്ക് റാഹത്ത് കിട്ടാൻ കാരണം എല്ലാ പ്രതിസന്ധികളും നിലനിൽക്കെ തന്നെ, എല്ലാ അധ്വാനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാം ഭരമേൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ അറിയും? മരണമാണ് വിശ്രമം. നമ്മളെല്ലാവരും മരണത്തെ പേടിച്ചാണ് നടക്കുന്നത്. മരണം ഒരു വിശ്രമമാണെന്നാണ്. വജഅലിൽ മമാത റാഹത്തൻ ലി മിൻ കുല്ലി ശർ, എല്ലാറ്റിൽ നിന്നുമുള്ള വിശ്രമമാണ്. അപ്പം എന്താ അറിയോ, അതിൻ്റെ അർത്ഥം തന്നെ എന്താ, ഇതൊന്നും അവസാനിക്കൂല സുഹൃത്തുക്കൾ. നമ്മൾ മരിച്ചാലേ അവസാനിക്കൂ. നമ്മളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നിടത്ത കാലം ഈ ദുനിയാവിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ എപ്പോഴും പ്രതികൂലമാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ മരിക്കുമ്പോഴേ ഇതൊക്കെ തീരുള്ളൂ. നമ്മളിപ്പോൾ എന്തൊക്കെ തീരണം എന്ന് വിചാരിച്ച് നിൽക്കണ്ടോ അതൊക്കെ തീരുകയും സമാപിക്കുകയും ചെയ്യുന്നത് എന്താണ്? നമ്മൾ മരിക്കുന്ന സമയത്താണ്. ഇമാം അഹമ്മദ് റഹിമഹുല്ലയോട്, അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിക്കുന്നതിന് മത്താ യജ്സിൽ അബ്ദു തഅമർ റാഹ, ഒരാൾക്ക് എപ്പോഴാണ് റാഹത്ത് കിട്ടുക എന്ന് ചോദിക്കുന്നു. ഒരാൾക്ക് എപ്പോഴാണ് ശരിക്കൊരു റാഹത്ത്, ഒരു വിശ്രമം, ഒരു ആശ്വാസം എപ്പോഴാണ് കിട്ടുക എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ദ അവ്വലി ഖദമിൻ യലഉഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ കാലടി വെക്കുമ്പോൾ അവൻ്റെ റെസ്റ്റ് തുടങ്ങുന്നതാണ്, ആശ്വാസം തുടങ്ങുന്നതാണ്. വലാകിൻ ലിൽ മുഅ്മിൻ നസീബു മിൻ ഹാദിഹി റാഹ, പക്ഷേ ഈ റാഹത്തിൻ്റെല്ലോ, സ്വർഗത്ത് കിട്ടുന്ന ആ റാഹത്തിൻ്റെല്ലോ, അതിൻ്റെ ആശ്വാസത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഒരു ഓഹരി അവൻ ഇവിടുന്ന് കിട്ടും. ബിമുജറദി ഖുറൂജി റൂഹ് എന്നാണ്, ആത്മാവ് പോകുന്ന സമയം എന്നാണ്. എന്താ, അള്ളാഹ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തരം മരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതൊക്കെ കിട്ടാൻ പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസ്റ്റ് ഉണ്ടാകും. മുസ്തരീഹുണ്ടാവും മുസ്തറാഹ് എന്നല്ലേ മരിച്ചവനെ പറ്റി അതാ പറഞ്ഞു. മരിച്ച മയ്യത്തിനെ പറ്റി പറഞ്ഞു മുസ്തരീഹുണ്ടാവും മുസ്തറാഹ്. അവനൊന്നില്ലെങ്കിൽ റെസ്റ്റായി, എല്ലാ ബുദ്ധിമുട്ടും അവസാനിച്ച് ഇനി ഒന്നും ആലോചിക്കണ്ട, ഇനി ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. മരിച്ച ആ നിമിഷം തൊട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും എന്തുവരെങ്കിലും അവസാനിച്ചു. അല്ലെങ്കിൽ അവനിൽ നിന്ന് മറ്റുള്ളവർ എന്ത് ചെയ്തു, വിശ്രമിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ റബ്ബിങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് പൊയ്ക്കോ. ഇനി ഒന്നിനെ പറ്റി ആലോചിച്ച് ഇടങ്ങാറാകണ്ട, നിന്റെ ജീവിതത്തിൻ്റെ സംതൃപ്തി ഇതാണ്. പിന്നെ അതേപോലെ തന്നെ മരിക്കുന്ന സമയത്ത് പറയും മലക്കുകൾ വന്നിട്ട്, അല്ലാ തഖാഫു വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്ക് വരും മരിക്കാൻ സമയത്താണ്. അവൻ മരിക്കാൻ വേണ്ടി കിടക്കുകയും മരണത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് വിശ്രമത്തെക്കുറിച്ചും ആശ്വാസത്തെക്കുറിച്ചുമുള്ള സന്തോഷ വാർത്തകളാണ് മലക്കുകൾ പറഞ്ഞു കൊടുക്കുക എന്നാണ്. എന്തെല്ലാം നിലക്ക് വിശ്രമം. നമ്മൾ ശൈത്താനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, തിന്മകളിലേക്ക് പോകാതെ. ഈ ഏറ്റുമുട്ടലൊന്നും മരിച്ചാൽ വേണ്ട. മരണത്തോടു കൂടെ മനുഷ്യൻ എന്ത് ചെയ്തു, അതിനൊക്കെ അവൻ മോചിതനായി എന്നാണ് എല്ലാറ്റിൽ നിന്നും.
ഖബറിലുമുണ്ട് വിശ്രമം എന്നാണ്. ഖബറിലും ശരിയായ സത്യവിശ്വാസിക്ക് ഖബറും അവന് വിശ്രമത്തിൻ്റെ കേന്ദ്രമാണെന്നാണ്. യുഫ്സഹുലഹു, അവനെ നോക്കിയാൽ കാണാത്ത അതിവിശാലമായ ഒരു വിശാലമായ ലോകം അവൻ്റെ മുന്നിൽ ഖബറിൽ തുറന്നു കൊടുക്കുന്നതാണ്. യഅ്തി മിൻ റൂഹിൽ ജന്ന, റൗഹിൽ ജന്ന, സ്വർഗത്തിലെ ആ മനോഹരമായ സുഗന്ധങ്ങളും ആശ്വാസങ്ങളും അവനിലേക്ക്, അവൻ്റെ ഖബർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് അവനെന്തായിരിക്കും? ആ ഖബറിൽ ഒരു മണവാളനെ പോലെ സന്തുഷ്ടനായ ഏറ്റവും നല്ല സുന്ദരമായ ഉറക്കത്തിൻ്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റ് എവിടെ സുഹൃത്തുക്കളെ? ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തൃപ്തിപ്പെടുക. രണ്ടാമത്തെ എന്താ അറിയോ? മരിക്കണ സമയം. അടുത്തത് പറഞ്ഞല്ലോ ഖബറിൻ്റെ സമയം. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള യഥാർത്ഥ വിശ്രമം എവിടെയാണെന്ന് വെച്ചാൽ അത് സ്വർഗ്ഗമാണ്. നമ്മൾ വിശ്രമിക്കാനാണ്. മരണമില്ലാത്തൊരു ലോകത്ത് അനന്തമായ വിശ്രമം. അത് പലപ്പോഴും നമ്മൾ ഇവിടെ ആഗ്രഹിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അവിടെ പിന്നെ വിശ്രമമേ ഉള്ളൂ, അധ്വാനങ്ങളൊന്നുമില്ലാതാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാഅ് വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഇവിടെ കുറച്ചേരം ചില സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ അള്ളാഹു സൗകര്യം ഏർപ്പെടുത്തി. ആ സുഖങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതന്നെയാണ് സുഖം എന്ന് വിചാരിക്കണ്ട. പിന്നെ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, സ്ഥിരതാമസത്തിൻ്റെ വീട് പരലോകത്ത്. സ്ഥിരതാമസം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ റെസ്റ്റാണ്. പിന്നെ വേറൊന്നും നമ്മൾ ആലോചിക്കണം. ദാറുൽ ഖറാറാണ്. അവിടുന്ന് പിന്നെ എങ്ങോട്ടും പോവാല്ല, വേറൊന്നും ആലോചിക്കല്ല എന്നാണ്. എന്തുകൊണ്ടാണത്? വിശ്രമത്തിൻ്റെ കേന്ദ്രമായ നേരങ്ങൾ അവിടെ രോഗമില്ല, വാർദ്ധക്യമില്ല, മരണമില്ല, ദാഹമില്ല, വിശപ്പില്ല. അവിടെ വിശ്രമം മാത്രമേ ഉള്ളൂ. പിന്നെ മനസ്സിന് വിശ്രമം. ആരോടും പോരടിക്കണ്ട, നമുക്കാരും ശത്രുക്കളില്ല, നമുക്കാരോടും വിരോധം വെക്കണ്ട. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലൻ ഇഖ്വാന, മനസ്സിൻ്റെ എല്ലാ പകകളും ഇല്ലാതാക്കി എല്ലാവരെയും പരസ്പര സഹോദരങ്ങളാക്കുന്ന. ക്ഷീണമല്ലാതാണ്. ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒന്നില്ല, അവിടെ ഒന്നില്ല. അതുകൊണ്ട് ഉറക്കമില്ലാത്തത്. ക്ഷീണമല്ല, വിശ്രമിക്കേണ്ട ആവശ്യമില്ല. ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ, അവർക്ക് ക്ഷീണം അനുഭവപ്പെടുകയില്ല, അവിടുന്ന് ഒരിക്കലും അവർ പുറത്തു പോകേണ്ടി വരില്ല. പേടില്ല എന്നാണ്. പരലോകത്തുനിന്ന് അള്ളാഹു വിശ്വാസിയോട് പറയുന്ന വാക്കാണ്, നിങ്ങൾക്ക് പേടി അറിയണമെന്നില്ല. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ. ആ പരലോകത്തെ ഭയാനകമായ അവസ്ഥകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇനി എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. ഇവിടെ നിസ്കരിക്കട്ടെ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ ജുമാ കഴിഞ്ഞിറങ്ങിയാൽ അസർ ഇവിടുന്ന് നിസ്കരിക്കുന്ന ആലോചിക്കട്ടെ. നമ്മൾ മനുഷ്യന് ഒരു ഉത്തരവാദിത്വമല്ല, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, അടുത്തത് എന്താണ് എന്നതിനെ ആലോചിക്കേണ്ട. ബുദ്ധിമുട്ടുകളില്ല, എന്തെങ്കിലും നിലക്കുള്ളൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ആലോചിച്ചുണ്ടാക്കാനില്ല പരസ്പരം. അതേപോലെ തന്നെ എന്തിനേറെ അസ്വസ്ഥമായ വർത്തമാനങ്ങളില്ല. നമ്മൾ പത്രം നോക്കിയാൽ, മൊബൈൽ നോക്കിയാൽ, വാട്സപ്പ് നോക്കിയാൽ ഇടങ്ങേറാകണ വാർത്തകളല്ലേ കേൾക്കണം. അവിടെ അങ്ങനെ കേൾക്കൂല എന്നാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅതീമാ ഇല്ലാ ഖൈലൻ സലാമൻ സലാമാ. അനാവശ്യ വർത്തമാനങ്ങളില്ല. സലാം സലാം, സമാധാനം സമാധാനം എന്ന വാക്ക് മാത്രം അവിടെ കേൾക്കുക. ഒത്തുചേരലുകളാണ്, പുനഃസംഗമങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലുമായി സംഗമിക്കുന്നു, സഹാബത്തുമായി സംഗമിക്കുന്നു. നമ്മളിൽ നിന്ന് മരിച്ചു വേർപ്പെട്ടു പോയ മാതാപിതാക്കളെയും മക്കളെയും പുനഃസംഗമിക്കുന്നു. അൽഹഖ്നാ ബിഹിം, പുനഃസംഗമത്തിൻ്റെ ലോകം. അല്ലെ റെസ്റ്റ് പറഞ്ഞാൽ എല്ലാ തിരക്കൊന്നും മാറി. ഭാര്യയോടൊപ്പം ഇരിക്കാൻ സമയമില്ല, കുട്ടിയോടൊപ്പം ഇരിക്കാൻ സമയമില്ല, പാപ്പാൻ്റെ ഒരു വർത്തമാനം പറയാൻ സമയമില്ല. എല്ലാ മുത്തക്കിനാലേഹ മുത്തക്കാബിൻ, അവിടെ അതേ പണിയുള്ളൂ. എല്ലാവരും റെസ്റ്റ് എടുക്കണം, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാല്ല, ഇവിടെ കോടല്ല, ബേജാറല്ല, വാച്ച് നോക്കാല്ല, ക്ലോക്ക് നോക്കാല്ല, അലാറം വെക്കാല്ല. എല്ലാം എന്താണ്, നമ്മൾക്ക് മറ്റുള്ളവരോട് സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റിയൊരവസ്ഥ എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ആർക്കിത് കിട്ടുള്ളൂ രംഗങ്ങൾ? ഇവിടെ വല്ലാതെ റെസ്റ്റ് എടുക്കരുത് എന്നാണ്. ഇവിടെ അധ്വാനിക്കണോനാണ് അവിടെ അത് കിട്ടുക എന്നാ പറഞ്ഞത്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, കഠിനാധ്വാനം ചെയ്ത് നിന്റെ റബ്ബിലേക്ക് ചെല്ല്. കഠിനാധ്വാനം ചെയ്ത് നിന്റെ റബ്ബിങ്കിലേക്ക് നീ ചെല്ല്, അങ്ങനെ നീ അവനെ കണ്ടുമുട്ടും. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ ആരുടെയെങ്കിലും ഗ്രന്ഥം നൽകപ്പെട്ടാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവൻ അവൻ്റെ ബന്ധുക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ആളുകളിലേക്ക് സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ വിശ്രമം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. തെറ്റുകൾ
പാപങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെ കെടുത്തും, റാഹത്തിനെ കെടുത്തും. അതിനൊക്കെ വിട്ടുനിന്ന് സുഹൃത്തുക്കളെ ശാശ്വതമായി വിശ്രമിക്കേണ്ട ലോകത്ത് പോകും. അപ്പം എന്താ ഒരു വിശ്വാസിൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് തന്നെയാണ്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ. വിശ്വാസിൻ്റെ ജയിലാണ് ഇവിടെ പറഞ്ഞാൽ, വിശ്വാസിക്ക് ജയിലാണ് ഈ ലോകം. എന്താ വെച്ചാൽ എല്ലാത്തിനും നിയന്ത്രണമുണ്ട് സുഹൃത്ത്. നമുക്ക് എന്തിനും സമ്പാദിക്കാൻ നിയന്ത്രണമല്ലേ, വസ്ത്രം ധരിക്കാൻ നിയന്ത്രണങ്ങളില്ലേ, നമുക്ക് യാത്രക്ക് നോക്കാൻ നിയന്ത്രണമില്ലേ, എല്ലാത്തിനും നമുക്ക് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഇല്ലാത്തവനാണ് അവിശ്വാസി. അവൻ എന്തും ആകവിടെ, എന്തും തിന്നാ, എവിടെയും പോകാം, എന്തും ആവാം. അങ്ങനെ ഇവിടെ ജീവിച്ചാൽ അത് കാഫിറിനെ പറ്റുള്ളൂ. വിശ്വാസിക്ക് നിയന്ത്രണങ്ങളുണ്ട്, പക്ഷേ ആ നിയന്ത്രണങ്ങൾക്കെല്ലാം പകരം നിയന്ത്രണങ്ങളില്ലാത്തൊരു ലോകം പകരമായി നൽകുമെന്നതാണ് വാഗ്ദാനം. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ നമ്മുടെ ജീവിതത്തോട് നമ്മൾ പൊരുത്തപ്പെടുക, മനസ്സിലായി, മരണത്തെ ഒരു വിശ്രമമായി പ്രതീക്ഷിക്കാം, ഖബറും പരലോകവും സ്വസ്ഥമാവാൻ ആഗ്രഹിക്കാം, അതിനുവേണ്ടി ശരിയായ വിശ്വാസത്തോടും കർമ്മങ്ങളോടും കൊണ്ട് പ്രവർത്തിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അത് തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളെ പ്രത്യേകമായി കണ്ട് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ട് കാണുകയാണ് ഈ രോഗങ്ങൾ വരിക. ഈ രോഗങ്ങൾ വരുമ്പോൾ പൊതുവെ എന്താ ചില ആളുകൾ ഒരു ദിവസം നമ്മൾ ഒരാൾക്ക് വേണ്ടി 25,000 50,000 2 ലക്ഷമൊക്കെ ഒരാൾക്ക് വേണ്ടി ചിലവഴിക്കപ്പെട്ടത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ്, വേറൊന്നിനു വേണ്ടി ചിലവഴിക്കപ്പെട്ടത്. അപ്പോൾ ഈ രോഗങ്ങൾ വരുമ്പോൾ ഒരാളുകൾ പണമില്ല, പിന്നെ രോഗത്തിൻ്റെ മാരകാവസ്ഥകളുമാടെ ഒന്നിച്ച് ചേരുമ്പോൾ രോഗിയായ വ്യക്തി മാത്രമല്ല, കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരും വല്ലാത്ത മാനസിക പ്രതിസന്ധിയിലാവുന്നു. അപ്പോൾ ചുരുങ്ങിയത് ആ മയ്യത്ത് വിട്ട് കിട്ടുന്ന സമയത്തുള്ള ബില്ലടക്കാനുള്ള ഒരു മാനസികമായ ഒരു പിന്തുണയെങ്കിലും മറ്റുള്ളവർ നൽകേണ്ട. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ നാട്ടിലൊക്കെ അങ്ങനത്തെ മാരകമായ രോഗങ്ങളും പരീക്ഷണങ്ങളും ചികിത്സകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടണം. അഭിമാനബോധത്തോടെ ജീവിച്ച പല ആളുകളും അവസാന നിമിഷങ്ങളിൽ കൈനീട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതിനൊന്നും അവസരങ്ങളില്ലാതെ സ്വകാര്യമായി അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. ഫലക്ക് തഹമൽ അഖബ എന്നാണ്, മലമ്പാതകൾ അവർ വിട്ടുകടന്നില്ല. മലമ്പാതകൾ നിരന്നോളത്തിലൊക്കെ നടക്കാൻ റെഡിയാണ്, പക്ഷേ ഒരു ചുരം വരുമ്പോൾ അധ്വാനിക്കാൻ അവർ തയ്യാറല്ല. അമാദറാക്കമൽ അഖബ. എന്താണ് ഈ മലമ്പാതകൾ, എന്താണ് ഈ പ്രതിസന്ധികൾ, മറികടക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ എന്താണ്? ഫക്കുറക്കബ, അടിമേനെ മോചിപ്പിക്കുക. ജീവിതത്തിൽ ഒരു നല്ല വായു ശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അടിമക്ക് മോചനത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അത് അതിൽപ്പെട്ടതാണ്. ഔഇത് ആമും ഫി യൗമിൻ ദി മസ്അബ, അല്ലെങ്കിൽ പട്ടിണിയുടെ നാളിൽ വിശപ്പിന് ഭക്ഷണം കൊടുക്കുക. മനസ്സിലായി, വിശന്ന് പൊരിഞ്ഞിട്ടൊന്നും കിട്ടാല്ലാതെ കഷ്ടപ്പെടുന്നവന് കയ്യിലേക്ക് കിട്ടുന്ന ഒരു ബ്രെഡ് എത്ര സന്തോഷകരമാണ്. അത് കൊടുക്കാൻ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആള് വേണമെന്നാണ്. യതീമന്ത മക്റബ, അടുത്ത ബന്ധുവായിട്ടുള്ള അനാഥൻ. ഔ മിസ്കീനന്ത മത്രബ, ഏറ്റവും കഠിന പട്ടിണി അനുഭവിക്കുന്ന ദരിദ്രൻ. തുമ്മക്കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹം, ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കാം. ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രതിസന്ധികളെ കണ്ണ് ചിമ്പരുത്. എനിക്കല്ലല്ലോ വന്നതെന്ന് വിചാരിക്കരുത് സുഹൃത്ത്. നമ്മളൊക്കെ നാട്ടിലും അയൽവക്കത്തൊക്കെ ഉണ്ട് അങ്ങനെ ലക്ഷങ്ങൾ ബില്ലൊടുക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ. ചികിത്സകൾ ഒരു അനിവാര്യ ഘട്ടമാണ്. പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, മനസ്സിലായി. ഓരോ ദിവസവും മരണം വൈകുന്തോറും അത് ലക്ഷങ്ങളും കോടികളുമായി മാറുന്നു. അപ്പോൾ ഒരു പിന്തുണ കൊടുക്കുക. നിങ്ങൾ പേടിക്കണ്ട, നമ്മളൊക്കെ അല്ലേ, ഈ നാട്ടിലൊക്കെ അല്ലേ, നമ്മളൊക്കെ അല്ലേ, നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നതെന്ന് ഒന്ന് പറയാനുള്ള ആത്മധൈര്യം നമ്മൾ കാണിക്കണം. അതൊരു പക്ഷേ നമുക്കും തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനും പ്രതിസന്ധികളിൽ സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവേ, നിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ ഉടമകളാകാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമെന്നാണ്. വളരെ രോഗവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകമായി ജുമാകളിലൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന അള്ളാഹുയുടെ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ